നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കൊച്ചിയിൽ എത്തുകയാണ്. രാവിലെ 11:30 പ്രധാനമന്ത്രി കൊച്ചിയിലേക്ക് എത്തുന്നത്. എറണാകുളം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലാണ് അദ്ദേഹം എത്തുന്നത്. NDAയുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പരിപാടികൾക്ക് ഔദ്യോഗികമായി തുടക്കമിടാൻ വേണ്ടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കൊച്ചിയിലെത്തുന്നത്. രാവിലെ 11:30 നെടുമ്പാശ്ശേരിയിലെത്തുന്ന പ്രധാനമന്ത്രി നേവൽ ബേസിലെത്തി റോഡ് മാർഗം ആദ്യ പരിപാടിക്ക് എത്തും. മറൈൻ ഡ്രൈവിൽ ദീപന്ത സഭയുടെ ഗോൾഡൻ ജൂബിലി ആഘോഷമാണ് മോദിയുടെ ആദ്യ പരിപാടി. 12-ന് കലൂർ സ്റ്റേഡിയത്തിൽ റോഡ് ഷോ നടക്കും. 12:30 കേന്ദ്ര സർക്കാരിന്റെ ഔദ്യോഗിക പരിപാടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. ഇതിൽ 10,000 കോടിയുടെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കുമെന്നാണ് വിലയിരുത്തൽ. എന്തായാലും കല്ലൂരിലെ റോഡ് ഷോയും അതിനുശേഷം ജനങ്ങളോടുള്ള അഭിസംബോധനയും എല്ലാവരും ഉറ്റുനോക്കുന്ന കാര്യം തന്നെയാണ്. ഈ ഘട്ടത്തിലാണ് ഈ 1 മണിയോടുകൂടിയാണ് കലൂർ സ്റ്റേഡിയത്തിലെ രണ്ടാമത്തെ വേദിയിൽ NDA കേരളം തെരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം ചെയ്യുന്നത്. ഇവിടെ ഈ ഘട്ടത്തിൽ അദ്ദേഹം ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. എപ്പോഴൊക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ എത്തുന്നു അപ്പോഴൊക്കെ സർക്കാരിനെതിരെ രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനം, ഒരു മയപ്പെടുത്തിയാണെങ്കിലും കൊള്ളേണ്ടടുത്ത് കൊണ്ടിച്ചുകൊണ്ടുള്ള ഒരു പ്രസംഗം തന്നെയാണ് അദ്ദേഹം എപ്പോഴും കാഴ്ചവെക്കുന്നത്. ഇതിനു മുമ്പ് സ്വർണ്ണ കൊള്ളക്കടത്ത് കേസായിരുന്നു. അതിനുശേഷം നമ്മുടെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളായിരുന്നു. അതിനുശേഷം ഇപ്പോഴിതാ ഗണേഷ് കുമാറിന്റെ വിഷയം അടക്കമുള്ളവ ഒരുപക്ഷെ എടുത്തു പറയാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് തോന്നുന്നു. ഒപ്പം NDA സർക്കാരിനെ ഇപ്പോഴും കുറ്റപ്പെടുത്തുന്നത് വയനാട്ടിലെ വീട് വെച്ച് നൽകാമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ വാക്ക് പാലിക്കാത്തൊരു ഘട്ടമാണ്. ഒരു പക്ഷേ ഇന്ന് വേദിയിൽ ഒരു ട്വിസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് വ്യക്തമാകുന്ന ഘട്ടമൊക്കെ തന്നെ ഉണ്ടാകുന്നു. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരട്ടെ, എന്താണ് അദ്ദേഹം സംസാരിക്കുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഏതായാലും തെരഞ്ഞെടുപ്പ് കൺവെൻഷനോടുകൂടി NDAയുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഔദ്യോഗിക പ്രചരണങ്ങൾക്കും തുടക്കമായിരിക്കുകയാണ്. 2:30 പ്രധാനമന്ത്രി തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിയിലേക്ക് പോകുന്നത്. കേരളത്തിലെ പരിപാടികൾക്ക് ശേഷം വൈകിട്ട് തിരുച്ചിറപ്പള്ളിയിൽ എത്തുന്ന മോദി 5:45 വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം ശിലാസ്ഥാപനവും നിർവഹിക്കും. ആകെ 5,650 കോടി രൂപയുടേതാണ് പദ്ധതികൾ. തുടർന്ന് NDA പൊതുയോഗത്തിലും മോദി പ്രസംഗിക്കും. BJPയുടെ വർദ്ധിച്ചു വരുന്ന സ്വീകാര്യത്തിൽ DMK അസ്വസ്ഥരാണ് എന്ന് മോദി എക്സിൽ കുറിച്ചിരുന്നു. ഈ മാസം മോദിയുടെ രണ്ടാമത്തെ തമിഴ്നാട് സന്ദർശനം കൂടിയാണ് ഇത്. കേരളത്തിലും അത് തന്നെയാണ് അവസ്ഥ. ഈ വർഷം ഇത് രണ്ടാമതാണ് നരേന്ദ്രമോദി എത്തുന്നത് എന്നതുകൂടി എടുത്തു പറയേണ്ട കാര്യമാണ്. നേരത്തെ തിരുവനന്തപുരത്തായിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ എല്ലാ കൗൺസിലർമാരെയും ഒക്കെ വേദിയിൽ അദ്ദേഹം വിളിച്ചു വരുത്തി സ്വീകരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. BJPയുടെ പൊതുപരിപാടിയും അല്ലാതെയുള്ള പരിപാടിയും ഒക്കെ തന്നെ അദ്ദേഹം പങ്കെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. നിലവിലെ ഈ ഘട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുമ്പോൾ കേരളത്തിലുള്ള പ്രത്യേകിച്ചും നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സർക്കാർ എടുക്കുന്ന പല ഡബിൾ ഡാഡി സിൻഡ്രം തീരുമാനങ്ങൾക്കെതിരെയും രൂക്ഷമായ ഭാഷയിൽ ഒരു പക്ഷേ പ്രതികരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് വ്യക്തമാകുന്നു. ഒരു മന്ത്രി തന്നെ ഇത്തരത്തിലുള്ള ആരോപണത്തിന് ഇരയാകുമ്പോൾ, ഒരു സ്വന്തം ഭാര്യ തന്നെ മന്ത്രിക്കെതിരെയുള്ള പരാതി പറയുമ്പോൾ അതിനെ വേണ്ട രീതിയിൽ അതിനെ മുഖവരക്കെടുക്കാതെ, എന്നാൽ രാത്രിക്ക് രാത്രി എല്ലായിടത്തും ഇത് ഫ്ലാഷ് ന്യൂസായി പരന്ന് സ്ത്രീകളും ജനങ്ങളും ഒക്കെ ഇത് അറിഞ്ഞതിന് ശേഷം മുഖം രക്ഷിക്കാൻ എന്ന മട്ടിൽ ചെയ്തു കൂട്ടിയതെല്ലാം തന്നെ അതിലേറെ മണ്ടത്തരങ്ങളായി പോകുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ അതെല്ലാം ഒത്തുതീർപ്പാക്കി അതൊരു കുടുംബ പ്രശ്നമാണ്, അന്യന്റെ കുടുംബ പ്രശ്നത്തിൽ ഇടപെടേണ്ട ആവശ്യം തൽക്കാലം ഇപ്പോൾ ആർക്കുമില്ല എന്ന് പറഞ്ഞ് അതിനെ ഫുൾ സ്റ്റോപ്പ് ഇടുന്ന രീതിയാണ് കണ്ടുവരുന്നത്. ആ രീതി അത് അത്ര നല്ല വെച്ച് പൊറിപ്പിക്കാൻ കഴിയുന്ന രീതിയല്ല എന്നും വ്യക്തമാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതിനെക്കുറിച്ച് നരേന്ദ്രമോദി സംസാരിക്കുമോ, അല്ലെങ്കിൽ ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം, ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം ഒന്ന് പതിഞ്ഞിരിക്കുകയാണ്. അത് അധികം അങ്ങോട്ട് പുറത്തേക്ക് വരുന്നില്ല. ഇനി അതിനെക്കുറിച്ച് സംസാരിക്കാനാണോ, മറ്റ് അഴിമതി കേസുകളെ കുറിച്ച് സംസാരിക്കാനാണോ, അതിജീവിതമാരെ അധികം അടക്കം ഇറക്കിക്കൊണ്ടുള്ള പരസ്യ പ്രചാരണമുണ്ട്, PR വർക്കുകളുണ്ട്, അതിനെ പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണോ എന്തെന്നറിയില്ല. ഏതായാലും പ്രധാനമന്ത്രി വരുന്നുണ്ട്. തീർച്ചയായും പ്രധാനമന്ത്രി വന്നു പോകുമ്പോൾ ഒക്കെ തന്നെ ഒരു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നെഞ്ചത്ത് അഗ്നിക്കനൽ വാരി ഇട്ടിട്ടാണ് പ്രധാനമന്ത്രി എപ്പോഴും കേരളം വിടാറുള്ളത് എന്നതുകൂടി എടുത്തു പറയേണ്ടതുണ്ട്. കാരണം ആ ആവേശവും ആർപ്പുവിളികളും കാണുമ്പോൾ സത്യത്തിൽ പ്രധാനമന്ത്രിയുടെ ഈ വരവ് മുഖ്യമന്ത്രിക്ക് ഒരു ഇടുത്തിയായി മാറുന്ന സാഹചര്യം പല കുറി ഉണ്ടായിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേരളത്തിൽ വികസന പദ്ധതികളുടെ ഉദ്ഘാടനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുകയാണ്.
ദേശീയപാത 66-ന്റെ 2 റീച്ചുകളടക്കം വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനത്തിനായാണ് മോദി കേരളത്തിൽ എത്തുന്നത്. ഇതോടൊപ്പം മറ്റ് വിവിധ പദ്ധതികളുടെയും ഉദ്ഘാടനം നടക്കും. രാവിലെ 11:45 നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തുന്ന അദ്ദേഹം NDA തെരഞ്ഞെടുപ്പ് കൺവെൻഷനും കേരള ധീവര സഭ സുവർണ ജൂബിലി സമാപന സമ്മേളനത്തിലും പങ്കെടുക്കും. രാവിലെ 11:45 നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തുന്ന അദ്ദേഹം ഹെലികോപ്റ്റർ മാർഗം 12:15 കൊച്ചി നാവികസേന ആസ്ഥാനത്താണ് എത്തുന്നത്. അവിടെ നിന്ന് റോഡ് മാർഗം മറൈൻ ഡ്രൈവിലേക്ക് തിരിക്കും. ഉച്ചയ്ക്ക് 12:30 മുതൽ 1 മണി വരെ കേരള ധീവര സഭയുടെ സുവർണ ജൂബിലി ആഘോഷത്തിൽ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കും. തുടർന്ന് കലൂർ സ്റ്റേഡിയത്തിന് അടുത്തു നിന്ന് വേദി വരെ റോഡ് ഷോയിൽ പങ്കെടുക്കും. സ്റ്റേഡിയം പരിസരത്തെ പ്രത്യേക വേദിയിൽ 1:15 വിവിധ കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കും. 5500 കോടിയിലധികം രൂപ ചെലവിൽ ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ കൊച്ചി റിഫൈനറിയിൽ സ്ഥാപിക്കുന്ന പോളിപ്രോപ്പൈൽ യൂണിറ്റിന്റെ ഉദ്ഘാടനവും കൊല്ലം വെസ്റ്റ് കല്ലടയിൽ സ്ഥാപിക്കുന്ന 50 മെഗാവാട്ട് ഫ്ലോട്ടിംഗ് സോളാർ പദ്ധതിയുടെ ശിലാസ്ഥാപനവും പ്രധാനമന്ത്രി നിർവഹിക്കും. 2650 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച മുംബൈ കന്യാകുമാരി എക്കണോമിക് കോറിഡോറിന്റെ ഭാഗമായുള്ള തലപ്പാടി ചെങ്കള സെക്ഷൻ 6 വരി പാത 2140 കോടി രൂപ ചെലവിൽ വെങ്ങളം മുതൽ രാമനാട്ടുകര വരെ 6 വരി പാതയായി നവീകരിച്ച കോഴിക്കോട് ബൈപ്പാസ് പ്രധാനമന്ത്രി ഗ്രാമ ഡെസ്ക് യോജന പ്രകാരം നിർമ്മിച്ച 23 ഗ്രാമീണ റോഡുകൾ തുടങ്ങിയ പദ്ധതികളുടെ ഉദ്ഘാടനവും നിർവഹിക്കും. അമർ ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച ഷൊർണൂർ ജംഗ്ഷൻ, കുറ്റിപ്പുറം ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷനുകളുടെയും ഷൊർണൂർ നിലമ്പൂർ റോഡ് റെയിൽവേ ലൈൻ വൈദ്യുതീകരണ പദ്ധതിയുടെയും ഉദ്ഘാടനം അദ്ദേഹം നിർവഹിക്കും. പാലക്കാട് പൊള്ളാച്ചി റൂട്ടിലെ പുതിയ ട്രെയിൻ സർവീസിന്റെ ഫ്ളാഗ് ഓഫും നടക്കും. ഉദ്ഘാടന ചടങ്ങുകൾക്കു ശേഷം 2:15 മുതൽ 3:15 വരെ കലൂർ സ്റ്റേഡിയത്തിന് സമീപം NDA തെരഞ്ഞെടുപ്പ് പ്രചാരണ കൺവെൻഷനിൽ പങ്കെടുക്കും. 3:20 അദ്ദേഹം തിരികെ നാവിക ആസ്ഥാനത്ത് നിന്ന് നെടുമ്പാശ്ശേരിക്ക് പോകും. കൊച്ചിയിൽ നിന്ന് തമിഴ്നാട്ടിലേക്കാണ് പോകുന്നത്. NDA തെരഞ്ഞെടുപ്പ് പ്രചാരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ കൊച്ചിയിലെത്തുന്നതിനു മുന്നേ തന്നെ എക്സിൽ മലയാളത്തിൽ ട്വീറ്റ് ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി, മാർച്ച് 11 ഉച്ചയ്ക്ക് 2:15 എറണാകുളത്ത് നടക്കുന്ന NDA റാലിയെ ഞാൻ അഭിസംബോധന ചെയ്യും. NDF-ന്റെയും UDF-ന്റെയും കൊള്ളയ്ക്കും ദുർഭരണത്തിനുമെതിരെയായി NDAയുടെ സംഭരണ അജണ്ട കരുത്തോടെ നിലകൊള്ളുന്നു. വികസനത്തിലൂന്നിയ രാഷ്ട്രീയത്തിൽ NDA ശ്രദ്ധ കേന്ദ്രീകരിക്കും. കേരളത്തിലെ യുവജനങ്ങളുടെ അഭിലാഷങ്ങൾ നിറവേറ്റുകയും ചെയ്യും. അതേസമയം പ്രധാനമന്ത്രിക്കായി NDA സംഘടിപ്പിക്കുന്ന ഏറ്റവും വലിയ പൊതുപരിപാടിയാണ് ബുധനാഴ്ച കൊച്ചിയിൽ നടക്കുന്നത്. ഭാരതീയ ജനതാ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. കലൂർ സ്റ്റേഡിയത്തിലെ NDA തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ വേദിയിൽ സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എന്തായാലും ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. അദ്ദേഹം എത്തുമ്പോൾ എന്തൊക്കെ സംഭവ വികാസങ്ങൾ നടക്കുമെന്ന് കാത്തിരുന്ന് കാണാം.